രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും മികച്ച ബി.ജെ.പി. അധ്യക്ഷൻ ആരാണെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേയുള്ളൂ. അത് ഒഡീഷയിലെ മൻമോഹൻ സമാലാണ്. ഒഡീഷയിൽ നീണ്ട കാലത്തെ നവീൻ പട്നായിക് ബി.ജെ.ഡി. സർക്കാരിനെ അട്ടിമറിച്ച് ബി.ജെ.പി. അധികാരത്തിലെത്തിച്ച നേതാവാണ് മൻമോഹൻ സമാൽ. പ്രതിഫലമായി അധ്യക്ഷ പദവിയിൽ സമാലിന് തന്നെ രണ്ടാം ഊഴം നൽകുകയാണ് ഇപ്പോൾ ബി.ജെ.പി. ചെയ്യുന്നത്. ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം പോലും പ്രതീക്ഷിക്കാത്ത കനത്ത വിജയവും കേവല ഭൂരിപക്ഷം നേടി ഒറ്റയ്ക്കാണ് മൻമോഹൻ സമാൽ അധികാരം പിടിച്ചെടുത്തത്. ഒരു കാലത്ത് ഗുജറാത്തിൽ അമിത്ഷാ എങ്ങനെയായിരുന്നുവോ അതിന് സമാനമായി ഒഡീഷയിൽ മൻമോഹൻ സമാലിന് ഇന്ന് എതിരാളികളില്ല. ഒഡീഷയിൽ 2000 മുതൽ 2024 വരെ 24 വർഷം ഭരിച്ച ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന നവീൻ പട്നായിക്കിനെ വീഴ്ത്തിയാണ് ബി.ജെ.പി. ഒഡീഷയിൽ അധികാരത്തിൽ വന്നത്. ഒറ്റയ്ക്ക് മത്സരിച്ച് ഒഡീഷ പിടിച്ചെടുക്കാമെന്നൊരു ചിന്താഗതി ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിന് പോലും ഇല്ലായിരുന്നു എന്നതാണ് സത്യം. ബീഹാറിലെ പോലെ ബി.ജെ.ഡിയുമായി സഖ്യത്തിൽ ഏർപ്പെട്ട് ഒഡീഷയിൽ ഭരണത്തിലെത്താനായിരുന്നു ബി.ജെ.പി. ആദ്യം ലക്ഷ്യം വെച്ചത്. പക്ഷേ ആ സഖ്യ തീരുമാനത്തെ ഒറ്റയ്ക്ക് നിന്ന് എതിർത്തും കേന്ദ്ര നേതൃത്വത്തെ ഒഡീഷയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ പ്രേരിപ്പിച്ചുമാണ് മൻമോഹൻ സമാൽ പാർട്ടിയിൽ കരുത്തനായി മാറിയത്. പാർട്ടി പ്രതീക്ഷിച്ചതിലും അപ്പുറം വിജയവും ഭരണവും നേടിത്തന്ന മികവിനെ ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം വീണ്ടും അവസരം നൽകി അംഗീകരിക്കുകയായിരുന്നു. ഒഡീഷയിലെ ഭരണകക്ഷിയായ ബി.ജെ.പിയിൽ സംസ്ഥാന നേതൃത്വത്തെ തെരഞ്ഞെടുക്കാനുള്ള ഒരു സമയം വീണ്ടും എത്തിയപ്പോൾ പ്രസിഡന്റായി മൻമോഹൻ സമാലിനെ വീണ്ടും നിലനിർത്തി. അധ്യക്ഷ സ്ഥാനത്തേക്ക് തിങ്കളാഴ്ച നാമനിർദ്ദേശം സമർപ്പിച്ച ഏക പാർട്ടി നേതാവായിരുന്നു സമാൽ. ഇത് ബി.ജെ.പിയിൽ നിലവിൽ സമാലിന് പകരക്കാരനില്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ ബി.ജെ.പിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ സഞ്ജയ് ജസ്വാളാണ് മൻമോഹൻ സമാലിനെ വീണ്ടും ബി.ജെ.പി. അധ്യക്ഷനായി നിയമിച്ചത്. 65 വയസ്സുകാരൻ മൻമോഹൻ തുടർച്ചയായി ബി.ജെ.പി. അധ്യക്ഷനാകുന്നത് രണ്ടാം തവണയാണ്. സമാലിന് തുടർച്ചയായ രണ്ടാം ടേമും മൊത്തത്തിൽ 4ാമത്തെ ടേമുമാണ് ബി.ജെ.പി. നേതൃസ്ഥാനത്ത്. 1999 നവംബർ മുതൽ 2000 ഒക്ടോബർ വരെയും 2000 ഒക്ടോബർ മുതൽ 2004 മെയ് വരെയും 23 മാർച്ച് മുതൽ 2025 ജൂലൈ വരെയും ആയിരുന്നു അദ്ദേഹത്തിന് 3 ടേമുകൾ. ബി.ജെ.ഡി. സഖ്യ സർക്കാരിൽ റവന്യൂ മന്ത്രിയായിരുന്ന മൻമോഹൻ സമാൽ ലൈംഗികാരോപണത്തെ തുടർന്ന് 2008 രാജിവെച്ച് പുറത്തുപോയ ചരിത്രവും ഉണ്ടായിട്ടുണ്ട്. വിവാഹേതര ബന്ധമായിരുന്നു സമാലിന് നേർക്ക് വലിയ ആരോപണമായി ഉയരുകയും രാജിയിൽ കലാശിക്കുകയും ചെയ്തത്. പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസ് മാത്രമല്ല, അന്ന് സ്വന്തം പാർട്ടിയായിരുന്ന ബി.ജെ.പിയിൽ നിന്നും മൻമോഹൻ സമാലിന് നേർക്ക് രോഷം ഉയർന്നിരുന്നു. അന്ന് സ്വന്തം പാർട്ടിക്കാർ സമാലിനെ പുറത്താക്കാൻ ഒരുങ്ങിയിടത്ത് നിന്ന് ഒഡീഷയിൽ മറുവാക്കില്ലാത്ത നേതാവായി സമാൽ മാറിയത് 2024 തെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെയാണ്. 2023 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനത്തേക്ക് എത്തിയത്. മൻമോഹൻ സമാൽ പാർട്ടിയെ വൻ വിജയത്തിൽ എത്തിക്കുകയും ചെയ്തു. 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കാദ്യമായി കേവല ഭൂരിപക്ഷം നേടാൻ സഹായിച്ച രാഷ്ട്രീയ തന്ത്രം കണക്കിലെടുത്താണ് സമാലിനെ ഒഡീഷ പാർട്ടി യൂണിറ്റിന്റെ തലവനാക്കാനുള്ള തീരുമാനം വീണ്ടും ഉണ്ടായത്. 2024 സംസ്ഥാനത്തെ 147 സീറ്റുകളിൽ 78 എണ്ണമാണ് ബി.ജെ.പി. നേടിയത്. ഭരണകക്ഷിയായിരുന്ന ബി.ജെ.ഡി. വെറും 51 സീറ്റുകളിൽ ഒതുങ്ങി. സമാലിന്റെ നേതൃത്വത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പും ബി.ജെ.പി. ഇവിടെ തൂത്തുവാരി. ആകെയുള്ള 21 സീറ്റുകളിൽ 20 എണ്ണം നേടിയാണ് 2.5 പതിറ്റാണ്ട് ഒഡീഷ ഭരിച്ച ബി.ജെ.ഡിയെ സമാലിന്റെ നേതൃത്വത്തിൽ ബി.ജെ.പി. ഒന്നുമല്ലാതാക്കി മാറ്റിയത്.